ഈ സ്ത്രീകൾക്ക് 5-ാം ഭാവം പ്രസവസ്ഥാനമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് 5-ാം ഭാവം പ്രസവസ്ഥാനമാകുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചോളം പ്രധാനമായിട്ടും 9-ാം ഭാവം സന്താന വിഷയത്തിൽ 9-ാം ഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം. 7-ാം ഭാവാധിപന് ബലമുണ്ടെങ്കിൽ വിവാഹം ധനിനാങ്കുലെ എന്നൊരു പ്രമാണമുണ്ട്. 4-ാം ഭാവം സർ, ഈ 4-ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റേ ഹോരയിൽ പറയുന്നത് മാതുല ഭാഗ്യനേയ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ഈ വക കാര്യങ്ങൾ ഈ പറയുന്ന 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അമ്മ മാതുലൻ അമ്മാവൻ മാതുല ഭാഗിനേയൻ മരുമകൻ. അവിടെ ഈ പെങ്ങളുടെ മകൻ എന്നുള്ളതായിരിക്കും അവിടെ ഒന്ന് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മകളുടെ ഭർത്താവായിരിക്കണമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നില്ല മരുമകൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ മാതുല ഭാഗിനേയൻ ക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് കൃഷിഭൂമിയെയാണ് അല്ലെങ്കിൽ ഭൂമിയെയാണ്. അല്ലാതെ നമ്മൾ സാധാരണ അമ്പലങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത് ഭൂമിയെയാണ്. ക്ഷേത്രം സുഖം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അവിടെ. സുഖം, വാഹനം, ആസനം എന്ന് പറയുന്നത് ഇരിപ്പിടമാണ്. ആസനം ഇതൊക്കെ കൊണ്ടാണ് സാധാരണ ഇതിൽ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ സുഖം എന്ന് പറയുന്ന ആ വാക്കിനെ എല്ലാ സുഖസൗകര്യങ്ങളെയും ഈ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. കാരണം സുഖസൗകര്യങ്ങളുടെ സ്ഥാനം എന്ന് പറയാൻ വേണമെങ്കിൽ 4-നെ പറ്റി നമുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സുഖ സൗകര്യങ്ങളുടെ 4-ാം ഭാവം എന്ന് പറയും. പിന്നെ അവിടെ സുഹൃത്തുക്കളെ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുക. ഇപ്പം 4-ാം ഭാവം സ്ഥിരരാശിയാണ് എങ്കിൽ സ്ഥിരമായ സുഹൃത്തുക്കളുണ്ടാവും. ആ സമയത്ത് 4-ാം ഭാവം ചരരാശിയാണ് എങ്കിൽ സുഹൃത്തുക്കൾ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും. അത് സുഹൃത്തുക്കളുമായിട്ട് വഴക്കുകൂടുന്നതുകൊണ്ടല്ല, ഓരോരോ കാരണങ്ങളാൽ ഈ പറയുന്ന രീതിയിൽ അവർ മാറിപ്പോകും, അല്ലെങ്കിൽ പിന്നെ ഓരോ കാരണങ്ങൾ അത് ബന്ധം കുറയുന്നു എന്നുള്ളത് അർത്ഥം. ഉഭയമാണെങ്കിൽ ഇത് മിക്സഡായി സംഭവിക്കുന്നു. 4-ാം ഭാവം സാർ ഓൾമോസ്റ്റ് പറഞ്ഞത് എല്ലാം ക്ലിയർ ആണ്. ഈ 5-ാം ഭാവം എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? 5-ാം ഭാവത്തിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന രീതിയിൽ പുത്ര സന്താനം എന്നുള്ളതാണ് ചിന്തിക്കുന്ന ഒരു സംഭവം. അവിടെ ഏതായാലും മറ്റേ പ്രദീപ് ചോദിച്ചുകൊണ്ടുവരാൻ ഞാൻ വളരെ എടുത്തു പറയാം. എന്ത് ഭാവം ചിന്തിക്കുമ്പോഴും അതിൻ്റെ ഇപ്പോൾ 5-ന്റെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ 5 കൂടി ചിന്തിക്കണം. അതായത് 5-ന്റെ 5 എന്ന് പറയുമ്പോൾ 9ആണ്. അതെ. അപ്പോൾ എന്ത് ഭാവം ചിന്തിക്കുമ്പോഴും ഇപ്പോൾ 2-ാം ഭാവം ചിന്തിക്കുമ്പോൾ അതിൻ്റെ 2ഉം 3-ാം ഭാവം ചിന്തിക്കുമ്പോൾ അതിൻ്റെ 3ഉം ആ ഒരു ചിന്താധാര അനുസരിച്ച് 5-നെ പറ്റി ചിന്തിക്കുമ്പോൾ 9-നെ കൂടി നോക്കേണ്ടതുണ്ട്. 5-ന്റെ 5 എന്ന് പറയുന്നത് 9ആണ്. പിന്നെ ഈ സ്ത്രീകൾക്ക് 5-ാം ഭാവം പ്രസവസ്ഥാനമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് 5-ാം ഭാവം പ്രസവസ്ഥാനമാകുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചോളം പ്രധാനമായിട്ടും 9-ാം ഭാവം സന്താന വിഷയത്തിൽ 9-ാം ഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ഈ 5-ാം ഭാവം എന്തിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? മെയിനായിട്ട് ബുദ്ധി, പ്രജ്ഞ, മേധ, പ്രതിഭ, ബുദ്ധി എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം അതിൽ ഈ പറയുന്ന രീതിയിൽ ബുദ്ധിസ്ഥാനമാണ്. പിന്നെ പ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടുന്നത് വേണ്ടപ്പോൾ തോന്നും ബുദ്ധി എന്നാണ് ഒരു ആചാര്യൻ എനിക്ക് ഒരു വ്യാഖ്യാനം പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ പറയുന്ന ഈ ജാതകത്തിൽ 5-ാം ഭാവം നോക്കുമ്പോൾ ബുദ്ധിമാനാണോ അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അതെ. ആ ഗ്രഹസ്ഥിതിയും ഗ്രഹസ്ഥിതി അല്ല, ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഭാവാധിപൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ആശ്രയിച്ച്. സാർ, ഇപ്പോൾ അത് ക്ലിയറായി. ഈ 6-ാം ഭാവമാണെങ്കിൽ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? 6-ാം ഭാവം പ്രധാനമായിട്ടും രോഗം, ശത്രു, അതാണ് പ്രധാനമായിട്ടും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാലും ഈ പറയുന്ന രീതിയിൽ പൊതുവേ ഒരാളെ ഒരു അഭിപ്രായം 6-ൽ നിൽക്കുന്ന പാവൻ ശത്രുനാശമുണ്ടാക്കും. പക്ഷേ ഈ മറ്റേ രോഗവിഷയത്തിൽ 6-ലെ പാവൻ അത്ര നല്ലതല്ലെന്നാണ് പറയുന്നത്. കാരണം 6-ാം ഭാവം വയറിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് ഈ 6-ലെ പാപഗ്രഹം നിൽക്കുന്നത് കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ. 3, 6, 11, 11, 6 എന്ന് പറയുമ്പോൾ അതിൽ തേടാണ് 6 എന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ ഈ പറയുന്ന 6-ാം സ്ഥാനം നോക്കുന്ന സമയത്ത് ഒരു ജാതകന് എന്തൊക്കെ അസുഖങ്ങൾ വരാം
എന്ന് ഒരു പരിധിവരെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാരകത്വത്തൊക്കെ ആശ്രയിച്ചിട്ട്. ഓക്കെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ജ്യോതിഷത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ എല്ലാ പുസ്തകങ്ങളിലും വലിയ പൗരാണികമായ ജ്യോതിഷ പുസ്തകങ്ങളിൽ ഹോരയിലോ ഒന്ന് നോക്കിയാൽ അതിനകത്ത് എല്ലാം കിട്ടുന്നില്ല. എന്നാലും അതിൻ്റെയൊക്കെ സൂചകങ്ങൾ ആ പുസ്തകങ്ങളിലുണ്ട്. നമ്മൾ അതിനെ ഇനിയും പലതും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതെ അതെ. അപ്പം നല്ലൊരു ജ്യോതിഷനാണെന്നുണ്ടെങ്കിൽ ഒരു ജാതകം നോക്കി ഒരു ജാതകന് പൂർണ്ണമായിട്ടും പറഞ്ഞു കൊടുക്കാം വരാൻ പോകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിനൊരു വഴികാട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തീർച്ച കൊടുക്കാം. അതിന് വേണമെങ്കിൽ ഈ പറയുന്നത് ഇന്ന ആഹാരങ്ങൾ കൊണ്ട് അത് ഒരു പരിധിവരെയൊക്കെ തടുക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇന്ന എക്സസൈസുകൾ കൊണ്ട് ഒരു പരിധിവരെ തടുക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നത്. അതെ അതെ അതെ. സാർ, ഈ 7ാം ഭാവം എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? 7ാം ഭാവം പ്രധാനമായിട്ടും ഈ പറഞ്ഞ വിവാഹം ആണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതിൽ ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനമായിട്ടും വിവാഹം 7ആണ്. സ്ത്രീക്ക് വിവാഹ വിഷയം അല്ലെങ്കിൽ മംഗല്യസ്ഥാനം 8 എന്നുകൂടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ 7 നിൽക്കുന്ന ഗ്രഹങ്ങളെ ആശ്രയിച്ചിരിക്കും പുരുഷൻ്റെ ഭാര്യയുടെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കും. അവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നതിന് ഞാനൊരു കാര്യം പറയാം. അവിടെ ഭാവാധിപനൊരു പ്രസക്തി പറയുമ്പോൾ 7ാം ഭാവാധിപന് ബലമുണ്ടെങ്കിൽ വിവാഹം ധനിനാങ്കുലെ എന്നൊരു പ്രമാണമുണ്ട്. പ്രദീപ് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടില്ല. അങ്ങനെയുണ്ട്. 7ാം ഭാവാധിപന് ബലമുണ്ടെങ്കിൽ വിവാഹം ധനിനാങ്കുലെ. എന്താണ്? ധനിക കുലത്തിൽ നിന്നായിരിക്കും വിവാഹം എന്ന്. അത് ആ കാലഘട്ടത്തിൽ ഉള്ള ഒരു പ്രമാണമായിരിക്കും. ഒരുപക്ഷെ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ നല്ല വരുമാനം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീ ധനികയായിരിക്കാം. കാലഘട്ടത്തിലെ പ്രമാണം ആ സമയത്ത്. അതെ, കാലം കുലം ദേശം അത് കഴിഞ്ഞിട്ടേ ശാസ്ത്രമുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ അത് ഈ 7ാം ഭാവാധിപന്റെ ബലം ലഗ്നാധിപന്റെ ബലവുമായി കമ്പയർ ചെയ്യണം. അപ്പോൾ ലഗ്നാധിപനേക്കാൾ ബലവാനാണ് 7ാം ഭാവാധിപനെങ്കിൽ ആ സ്ത്രീ ഭർത്താവിനെ അപേക്ഷിച്ച് കൂടുതൽ ധനികയായിരിക്കും, സമ്പത്തുള്ള ആളായിരിക്കും എന്നാണ് പറയുന്നത്. എൻ്റെ അന്വേഷണത്തിൽ ഒരു പരിധിവരെയൊക്കെ അത് ശരിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കുടുംബം ഭരിക്കുന്ന ചിലപ്പം ആ കുട്ടിയാണെന്നും പറഞ്ഞുകൂടെ? അത് നമ്മൾ ഒരു തീർത്തും എന്നൊരു ധാരണയാണ്. നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരാൾ സമ്പത്ത് കൂടുതലുള്ള ഒരു സ്ത്രീയാണ് എന്ന് വിചാരിച്ച് അവർ ആ കുടുംബം ഭരിച്ചോളണമെന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ ഭരിച്ചോളണമെന്നൊന്നും. ശരിയാ. പിന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുവേ ഉള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് പോയിന്റുകളെ കൂടുതലായി കാണുന്നത്, ഈ പറയുന്ന പ്ലസ് പോയിന്റുകളെ അധികം കാണാതിരിക്കുകയും ചെയ്യുന്നു, മൈനസ് പോയിന്റുകളെ കൂടുതൽ പെരുപ്പിച്ച് കാണുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊരു പോരായികയാണ്. പ്ലസ് പോയിന്റുകളെ കാണുന്നില്ല. എത്രയോ സ്ത്രീകൾ ഒന്നുമില്ലാത്തവരും ഈ പറയുന്ന രീതിയിൽ ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീയും ഭർത്താവിനെ ഭരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നല്ല സന്തോഷം സാറേ. 4, 5, 6, 7 ഭാവങ്ങളിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഒരാൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, വളരെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ സാർ കൊടുത്ത് നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.